നമ്മളിപ്പോൾ നിൽക്കുന്നത് കിഫ്ബിയിൽ പണി പൂർത്തിയായ ഒരു നാടിൻ്റെ സഫലീകരിച്ച സ്വപ്നത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഈ കാണുന്നത് കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ്. ഇതിന് എത്രയോ പതിറ്റാണ്ടുകളുടെ, വേണമെങ്കിൽ നൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട് ഈ സ്വപ്നത്തിന് എന്ന് പറയാം. അത് യാഥാർത്ഥ്യമാവുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, അത് കിഫ്ബിയാണ്. ഇത് സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. കിഫ്ബി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഇത് സ്വപ്നമായി അവശേഷിക്കുമായിരുന്നു. ഇപ്പോൾ 118 കോടി രൂപ മുടക്കിയിട്ടുള്ള ബൃഹത്തായൊരു പദ്ധതിയാണ്. ഈ നാടിന് മുഴുവൻ കൃഷിക്കും കുടിവെള്ളത്തിനൊക്കെ വെള്ളം കിട്ടാൻ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കിഫ്ബി മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ് എന്നൊക്കെ പറഞ്ഞവർക്കും കിഫ്ബി ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞവർക്കുമുള്ള ഒരു നല്ല മറുപടിയാണിതാ ഈ കാണുന്ന കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്നത്. പാലത്തിൻ്റെ പണി റെക്കോർഡ് വേഗത്തിലാണ് പൂർത്തിയായത്. തറക്കല്ലിട്ട് 3 വർഷത്തിനുള്ളിൽ പൂർത്തിയായി. അതും കിഫ്ബി വന്നതുകൊണ്ടുണ്ടായൊരു പ്രത്യേകതയാണ്. പണ്ട് ഉള്ള അനുഭവം, ചിലത് സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കും, ചിലത് കല്ലായിട്ട് അവശേഷിക്കും. ഇപ്പോൾ കിഫ്ബി വന്നപ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ കല്ലിട്ടത് പാലത്തിനാണെങ്കിൽ സമയബന്ധിതമായിട്ട് പാലമുണ്ടാവും, കല്ലിട്ടത് സ്കൂളിനാണെങ്കിൽ സമയബന്ധിതമായിട്ട് സ്കൂൾ കെട്ടിടം വരും, കല്ലിട്ടത് റോഡിനാണെങ്കിൽ സമയബന്ധിതമായിട്ട് റോഡ് പൂർത്തിയാകും. ഇപ്പം എൻ്റെ മണ്ഡലത്തിലെ ചരിത്രത്തിലെ, തൃത്താല മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പദ്ധതിയാണ് ഈ കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് വെക്കുന്നത്. ഇത് കിഫ്ബി വഴി യാഥാർത്ഥ്യമായി. ഇപ്പം നിങ്ങൾക്ക് വെള്ളം കാണാൻ പറ്റും. ഈ വേനൽക്കാലത്തും ഇത്രയും വെള്ളം കിട്ടുന്നത് ഇതുള്ളത് കൊണ്ട് മാത്രമാണ്. 29 ഷട്ടറുണ്ട്, 2 ഷട്ടർ മാത്രമാണ് തുറന്നിട്ടുള്ളത്. അപ്പോഴാണ് വെള്ളം, അതിലൂടെ പോകുന്ന വെള്ളമാണ് കാണുന്നത്. ഈ സാങ്കേതികമായിട്ട് അങ്ങേയറ്റത്തെ പെർഫെക്ഷനാണ് ഈ പ്രവൃത്തിക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കിഫ്ബി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ പദ്ധതി ഇപ്പോഴും ഒരു സ്വപ്നം മാത്രം നടക്കില്ല. ഇത് വെറും സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കും. അത് ചിലപ്പോൾ കടലാസിലെ സ്വപ്നമാവും, ചിലപ്പോൾ ഫേസ്ബുക്കിലെ സ്വപ്നമാവും. അതിനപ്പുറം ഇത് മുന്നോട്ട് പോവില്ല. പ്രതിപക്ഷം കിഫ്ബിയെ തുടക്കം മുതൽ എതിർത്തവരാണ്. അതുകൊണ്ട് ഈ ഏറ്റവും വലിയ നഷ്ടമുണ്ടായൊരു മണ്ഡല തൃത്താല. കഴിഞ്ഞ 10 കൊല്ലം തൃത്താലയിലെ പ്രതിനിധീകരിച്ച MLA കിഫ്ബിക്കെതിരായ പ്രചരണത്തിൻ്റെ മുമ്പിലായിരുന്നു. കിഫ്ബി മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ്, കിഫ്ബി നടക്കാത്ത സ്വപ്നമാണ്, ആകാശ കുസുമമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് കിഫ്ബിയുടെ സാധ്യതകൾ ഉപയോഗിച്ചതേയില്ല. കഴിഞ്ഞ 5 വർഷം കൊണ്ട് തൃത്താല മണ്ഡലത്തിൽ അടിമുടി വികസനം സാധ്യമാക്കിയത് കിഫ്ബിയെ എതിർക്കുന്നതിന് പകരം കിഫ്ബിയുടെ സാധ്യത ഉപയോഗിച്ചപ്പോഴാണ്. പിന്നെ കടത്തിൻ്റെ കാര്യം പറയുമ്പോൾ, നമ്മുടെ നാട്ടിൽ ആളുകൾ വിദ്യാഭ്യാസവും വിവരമുള്ളവരാണ്. ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച കണക്കുണ്ട്, സ്റ്റേറ്റ് ഫൈനാൻസസ്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയിൽ കടം GDP അനുപാതം നോക്കിയാൽ കേരളം 14ാം സ്ഥാനത്താണ് എന്നാണ്. 13 സ്ഥാനങ്ങൾ മുമ്പിലുണ്ട്. കർണാടക ഉൾപ്പെടെ സംസ്ഥാനങ്ങൾ കേരളത്തിൻ്റെ മുമ്പിലാണുള്ളത്. കേരളത്തിൻ്റെ കടവും GDPയും തമ്മിലുള്ള അനുപാതം 34ആണ്. എന്ന് പറഞ്ഞാൽ 100 രൂപ സംസ്ഥാന ആഭ്യന്തര ഉൽപ്പാദനം ഉണ്ടെങ്കിൽ 34 രൂപയെ കടമുള്ളൂ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കട GDP അനുപാതം 59ആണ്. എന്ന് പറഞ്ഞാൽ 100 രൂപയിൽ 59ഉം കടമാണ്. അതാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ. മറ്റ് സംസ്ഥാനങ്ങളെല്ലാം കേരളത്തേക്കാൾ കടം ഉള്ളവരാണ്. അപ്പോൾ കേരളത്തെ കടക്കണിയിലാക്കി എന്നതൊക്കെ പൊളിഞ്ഞു പോയിട്ടുള്ള അവകാശവാദങ്ങൾ. അങ്ങനെ പല പ്രചരണവും, കേരളം ശ്രീലങ്കയാവും പറഞ്ഞിരുന്നല്ലോ, അങ്ങനെ പ്രചരിപ്പിച്ചിരുന്നല്ലോ. കടം കയറി മുടിയും ശ്രീലങ്കയാവും, ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, ശ്രീലങ്ക കേരളം പോലെ ചോക്കും ചെയ്തു. അങ്ങനെ പ്രത്യേകത കൂടി ഉണ്ടായി. അതാണ് സംഭവിച്ചത്. മണ്ഡലത്തിലേക്ക് വരും കിഫ്ബി ഇത് തീർന്നില്ല. ഇത് ഒറ്റ പദ്ധതി മാത്രമാണിത് കിഫ്ബി വഴി ഉണ്ടായിട്ടുള്ളത്. എൻ്റെ മണ്ഡലത്തിലെ ഒരുപക്ഷെ ഈ റെക്കോർഡ് തകർക്കാൻ പോകുന്ന മറ്റൊരു പദ്ധതി വരുന്നുണ്ട്, 128 കോടിയുടെ. അത് കുമ്പിടിയിൽ നിന്ന് വരണ്ടുകുറ്റിക്കടവ് വരെയുള്ള റോഡാണ്. 13 മീറ്ററിൽ വിശാലമായിട്ടുള്ള റോഡ് വരുന്നു. പട്ടാമ്പി പാലം വരെ ഉള്ള റോഡാണ്. ആ റോഡ് ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ഇത്രയും വീതി കൂട്ടി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടി വീതിയിലാണ് വരുന്നത്. ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ എവിടുന്ന പണം? കിഫ്ബി ഇല്ലെങ്കിൽ എങ്ങനെ സാധ്യമാവും? നാഷണൽ ഹൈവേ തന്നെ സാധ്യമായത് കിഫ്ബി ഉണ്ടായതുകൊണ്ട് മാത്രമാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ 128 കോടിയുടെ റോഡ് തൃത്താലയെ അടിമുടി മാറ്റുന്നതാണ്. ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ആരംഭിച്ചു, വളരെ സ്മൂത്താണ്. ഇപ്പോൾ ഇവിടെയും ഭൂമി ഏറ്റെടുത്തിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ 107 ഭൂവുടമകളിൽ നിന്ന് ഭൂമി ഏറ്റെടുത്തു.
ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? പണ്ട് ഭൂമി ഏറ്റെടുക്കലിനെതിരെ സമരം, ലാത്തി ചാർജ് ഒക്കെയാണല്ലോ. ഇവിടുത്തെ അനുഭവം പറയാം. ഞാൻ ഈ ഭൂവുടമകളെ മുഴുവൻ വിളിച്ചു ചേർത്തു. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന നഷ്ടപരിഹാരം ഇത്രയാണ്. പണം കിട്ടാൻ 1-2 മാസം എടുക്കും. പക്ഷെ നിങ്ങൾ ഇപ്പോഴേ സമ്മതപത്രം എഴുതി തന്ന് വിട്ടു തന്നാൽ പണി നമുക്ക് നേരത്തെ ആരംഭിക്കാം. 107 പേരും ഇരുന്ന ഇരിപ്പിൽ സമ്മതപത്രം എഴുതി തന്നു. കാരണം അവർക്ക് ഗവൺമെൻറ്റിൽ വിശ്വാസമുണ്ട്, കിഫ്ബിയിലും വിശ്വാസമുണ്ട്, പണം കിട്ടുന്നവർക്ക് ഉറപ്പുണ്ട്. പണം കിട്ടുന്നതിന് മുമ്പേ, എന്നിട്ട് 1-2 മാസത്തിനുള്ളിലാണ് അവരുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയത്. അപ്പോൾ ഇപ്പോൾ പലരും പറയുന്നത് ഞങ്ങളുടെ കുറച്ചുകൂടി ഭൂമി ഏറ്റെടുക്കാമോ എന്നാണ് ചോദിക്കുന്നത്. അത്ര കൈ നിറയെ പണമാണ് കിട്ടുന്നത് കിഫ്ബി ഉള്ളത് കൊണ്ടാണ്. ഈ റോഡ്, ഈ കുമ്പിടി പട്ടാമ്പി പാലം വരെയുള്ള റോഡ് തൃത്താലയെ അടിമുടി മാറ്റാൻ പോകുന്ന റോഡാണ്. അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടക്കുന്നു. ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ നിർമ്മാണം ആരംഭിക്കും. അപ്പോൾ അവിടെ പണം ഒരു പ്രശ്നമല്ല, കാരണം കിഫ്ബിയിൽ നിന്നാണ് ഫണ്ടിങ് നടക്കുന്നത്. മൂന്നാമത്തെ വലിയ പദ്ധതി സുശീലപ്പടി റെയിൽവേ മേൽപ്പാലം. അരനൂറ്റാണ്ടിൻ്റെ സ്വപ്നമാണ്. ആ റെയിൽവേ മേൽപ്പാലത്തിന് സുശീലപ്പടിക്ക് മാത്രം 30,82,00,000 കിഫ്ബിയിൽ നിന്ന് ഗവൺമെൻറ് അനുവദിച്ചത്. ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായി. അത് അടുത്ത ഈ ആഴ്ച തന്നെ അതിൻ്റെ നിർമ്മാണോദ്ഘാടനം നടക്കുകയാണ്. അവിടെയും ഭൂമി ഏറ്റെടുക്കൽ 27 പേരുടെ ഭൂവുടമകളിൽ നിന്നാണ് ഏറ്റെടുക്കേണ്ടിയിരുന്നത്. അവരുടെ മീറ്റിംഗ് വിളിച്ചു. ഭൂമി ഏറ്റെടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന നഷ്ടപരിഹാരം എത്രയെന്ന് അവരെ അറിയിച്ചു. ആ പ്രക്രിയ നമ്മൾ പൂർത്തീകരിച്ചിരുന്നു. അതോടുകൂടി തന്നെ അവരെല്ലാം സമ്മതപത്രം ഒപ്പിട്ട് തന്നു. പൈസ പിന്നീടാണ് കിട്ടിയത്. അപ്പോൾ ഗവൺമെൻറ്റിലും കിഫ്ബിയിലും അവർക്ക് വിശ്വാസമുണ്ട് എന്നാണ് അത് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നിർമ്മാണം വരുന്നു. അരനൂറ്റാണ്ടിൻ്റെ ആ സ്വപ്നം കിഫ്ബി ഇല്ലെങ്കിൽ യാഥാർത്ഥ്യമാവില്ലേ? തൃത്താല മണ്ഡലത്തിൽ 1/2 ഡസൻ സ്കൂളുകൾക്കാണ് 3,90,00,000 വീതം കിഫ്ബി അനുവദിച്ചത്. എല്ലാ കെട്ടിടങ്ങളും പണിപൂർത്തിയായി. ഇപ്പോൾ ചാത്തന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, അതുപോലെ മേഴത്തൂർ സ്കൂൾ, അതിൻ്റെ പണിയാണ് അല്പം ബാക്കിയുള്ളത്, ഇപ്പോൾ തീരും. അതുകൂടി മേഴത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, കല്ലടത്തൂർ ഗോഖലെ ഹയർ സെക്കൻഡറി സ്കൂൾ, അതുപോലെ കുമരനെല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, ആനക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, ആനക്കര സ്വാമിനാഥ വിദ്യാലയം. 1/2 ഡസൻ സ്കൂളുകൾക്കാണ് 5 കൊല്ലം കൊണ്ട് 3,90,00,000 വെച്ച് കിട്ടിയത് കിഫ്ബിയിൽ നിന്ന് സ്കൂളുകൾ. പിന്നെ 1,30,00,000 വെച്ച് കിട്ടിയ സ്കൂളുകൾ വേറെയുണ്ട്. ഓരോ കോടി വെച്ച് കിട്ടിയ സ്കൂളുകളുണ്ട്. ഇത് കിഫ്ബിയിൽ നിന്ന് മാത്രമാണ്. പ്ലാൻ ഫണ്ടിൽ നിന്ന് കിട്ടിയത് വേറെയുണ്ട്. അപ്പോൾ കിഫ്ബി തൃത്താലയുടെ വിദ്യാഭ്യാസ മണ്ഡലത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ സഹായിച്ചു. ഗവൺമെൻറ് കോളേജ്, തൃത്താല ഗവൺമെൻറ് കോളേജ് 8,60,00,000 കിഫ്ബിയിൽ നിന്ന് കിട്ടിയത്. 1.5 കൊല്ലം കൊണ്ടാണ് ആ പുതിയ ബ്ലോക്കിൻ്റെ പണി പൂർത്തിയാക്കിയത്. അപ്പോൾ പണം കിട്ടുന്നു എന്നുള്ളത് മാത്രമല്ല, ഒന്ന് ക്വാളിറ്റി അഷ്വർ ചെയ്യുന്നു കിഫ്ബിയുടെ വർക്ക് എന്നതാണ്. വേഗത്തിൽ പൂർത്തിയാക്കുന്നു. ഇതുപോലൊരു പദ്ധതി 3.5 കൊല്ലം. ഞാൻ സാധാരണ പറയാറുണ്ട്, തറക്കല്ലിട്ട ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ ഉദ്ഘാടനം നടക്കുക എന്നുള്ളത് ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. എത്രയോ കല്ലുകൾ നാട്ടുകാർക്ക് ശല്യമായിട്ട് കിടക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ, പണ്ടൊക്കെ ഇട്ടിട്ടുള്ള കല്ലുകൾ. ഇവിടെ തറക്കല്ലിട്ട അതേ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പണി പൂർത്തിയാവുന്നു എന്നുള്ളതാണ് പ്രത്യേകത. വേറൊരു വലിയ പദ്ധതി എൻ്റെ മണ്ഡലത്തിലുള്ളത്, മണ്ഡലത്തിലെ ഏറ്റവും വലിയ ജംഗ്ഷനാണ് കൂറ്റനാട് ജംഗ്ഷൻ. മണ്ഡലത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ്. ആ കൂറ്റനാട് ജംഗ്ഷൻ നവീകരണം ഒരു ഇടുങ്ങിയ കുടിസായ ജംഗ്ഷനായിരുന്നു. അതിന് ആദ്യം കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചത് 13,29,00,000. പിന്നീട് അത്രയും തുക കൂടി അനുവദിച്ചു. എന്ന് പറഞ്ഞാൽ ഇരട്ടി തുക ആയി 26 കോടി അനുവദിച്ചു. അവിടെയും ഭൂമി ഏറ്റെടുക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായാൽ കൂറ്റനാട് ജംഗ്ഷൻ്റെ മുഖച്ഛായ മാറും. ഇപ്പോൾ തൃത്താല ഒരു പുതിയ തൃത്താലയായിട്ടത് മാറ്റാൻ സഹായിക്കും. കിഫ്ബി ഇല്ലെങ്കിൽ ഇത് വല്ലതും സാധ്യമാവും. അപ്പോൾ കിഫ്ബിയുടെ പങ്ക് കേരളത്തിൻ്റെ വികസനത്തിലും കേരളത്തിൻ്റെ ഓരോ നാട്ടിൻപുറത്തിൻ്റെ വികസനത്തിലും സുവർണ്ണ ലിപികളിൽ രേഖപ്പെടുത്തുന്നത്. വിമർശകർ വിമർശിച്ച് സമയം പാഴാക്കുന്നതിന് പകരം കിഫ്ബിയുടെ സാധ്യത ഉപയോഗിക്കാനാണ് ശ്രമിക്കേണ്ടത്. ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഒരു വശത്ത് എതിർക്കുമ്പോൾ തന്നെ മറുവശത്ത് ഇതുകൂടി വാങ്ങിയെടുക്കാനൊക്കെ നോക്കുന്നുണ്ട്. ചില പ്രതിപക്ഷം എംഎൽഎമാർ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അന്ധമായ രാഷ്ട്രീയ വിരോധം മാത്രം കൈമുതലായി ആക്കിയ പ്രതിപക്ഷ എംഎൽഎമാർ മാത്രമാണ് കിഫ്ബി നടക്കില്ല എന്ന് അവർ വിശ്വസിച്ചു. ഇതൊന്നും നടക്കില്ല എന്ന്. അങ്ങനെ പറ്റിപ്പോയ അബദ്ധം പറ്റിയ ഒരു മണ്ഡലമായിരുന്നു തൃത്താല 5 കൊല്ലം മുമ്പ്. ഈ 5 കൊല്ലം കൊണ്ടെങ്കിലും നമുക്ക് ആ 10 കൊല്ലത്തിൻ്റെ നഷ്ടം കുറേയെങ്കിലും നികത്താൻ കഴിഞ്ഞത് കിഫ്ബിയുടെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടാണ്.